ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ചതുർബാഹുവായിട്ടാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത്. മഹാവിഷ്ണു ആയിട്ടാണ് ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഇന്നലത്തെ അലങ്കാരവും ചാർത്തിയിരിക്കുന്നത് കേട്ടോ. മേൽശാന്തി മാറ്റമൊക്കെ ആയിട്ട് ഭഗവാന്റെ മുഖത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സങ്കടം ഉണ്ടോ, ആ ഒരു സങ്കടം നിഴലിക്കുന്നുണ്ടോ എന്നൊരു തോന്നലും കൂടെ ഇന്നലെ തോന്നിയിട്ടുണ്ടായിരുന്നു. 2 തിരുമുടിമാല ഉണ്ടായിരുന്നു കേട്ടോ ഭഗവാന്. ഒരെണ്ണം തെച്ചിയും ഈ നന്ദ്യാർവട്ട പൂക്കളും കൂടെ ഇങ്ങനെ ഇടകലർന്ന് കോർത്തിട്ടുള്ളതായിരുന്നു. വേറൊരെണ്ണം മുഴുവനായിട്ട് തെച്ചിയിൽ കോർത്തിട്ടായിരുന്നു. പിന്നെ ഒരു ഉണ്ടമാലയുണ്ട്, അതിൽ കുറച്ച് തെച്ചി കോർത്തിട്ട് പിന്നെ തുളസിയുടെ ഇടയിൽ തെച്ചി, പിന്നെ ഈ നന്ദ്യാർവട്ടവും തുളസിയും കൂടെ കുത്തുകുത്തുകൾ പോലെ കോർത്തിട്ട് പിന്നെ തുളസിയുടെ ഇടയിൽ തെച്ചി, പിന്നെ തെച്ചി, അങ്ങനെയായിട്ടാണ് ഈ ഉണ്ടമാല ഉണ്ടായിരുന്നത്. അതിന് നടുക്കാണ് ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ട് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. പത്മം ഒരു താമര, വലിയൊരു താമര കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ചക്രം സ്വർണത്തിൻ്റെയാണ്, ശംഖ് ചാർത്തിയിരിക്കുകയാണ്, ഗദയും ചാർത്തിയിരിക്കുകയാണ് കേട്ടോ. വലിയ ആ സ്വർണ്ണ കിരീടമൊക്കെ ശിരസിൽ അണിഞ്ഞിട്ട് നെറ്റിയിലൊരു ഗോപി തിലകവും വലിയ കാതുപൂക്കളും പിന്നെ 3 മാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഭഗവാൻ. ആ കഴുത്തിൻ്റെ ഭാഗത്തായിട്ടും ഒരു ഗോപി തിലകുണ്ട്, കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് നല്ല സ്വർണ്ണ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. അര മുതൽ ഇങ്ങനെ കാൽപാദം വരെ ഇങ്ങനെ ഞൊറിഞ്ഞ് ചുറ്റിയിട്ടുള്ള ഉടയാടയായിരുന്നു. ഇന്നലെ കാൽത്തളകളുടെ ആ ഒരു തിളക്കം ഈ ഉടയാടയുടെ തിളക്കത്തിൽ ഇങ്ങനെ പെട്ടുപോയെന്ന് തോന്നുന്നു. എനിക്കതങ്ങനെ കാണാനായിട്ട് സാധിച്ചിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇന്നലെ ശ്രീലകത്ത് മഹാവിഷ്ണു ആയിട്ട്, ഭഗവാനായിട്ട്, ഗുരുവായൂരപ്പനായിട്ട് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ചതുർബാഹുവായിട്ട് നിൽക്കുന്ന ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളും. എല്ലാവരും ഗുരുവായൂരപ്പനൊന്ന് നമസ്കരിച്ചോളും. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ.